മുഹമ്മദ് മുസ്തഫയുടെ കുബ്രവിയത്ത്, വലിപ്പത്തരം, അതിന് ആര് പുറകോട്ട് പോയാലും അവൻ തമ്മാടിയാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. തമ്മാടികളാണ്, യാതൊരു സംശയവുമില്ല. തമ്മാടികളാണ്. ആരാണെങ്കിലും അവർ തമ്മാടികളാണ്. അവരൊരിക്കലും അങ്ങനെ അവർ എന്ത് പറഞ്ഞാലും അത് സ്വീകരിക്കരുത്. എന്തുകൊണ്ട്? അവർ തമ്മാടികളാണ്. അല്ലാഹു പറയാണ്, വളരെ ചിന്തിക്കാം. وَإِذْ أَخَذَ اللَّهُ مِيثَاقَ النَّبِيِّينَ لَمَا آتَيْتُكُم مِّن كِتَابٍ وَحِكْمَةٍ ثُمَّ جَاءَكُمْ رَسُولٌ مُصَدِّقٌ لِمَا مَعَكُمْ لَتُؤْمِنُنَّ بِهِ وَلَتَنصُرُنَّهُ قَالَ أَقْرَرْتُمْ وَأَخَذْتُمْ عَلَى ذَلِكُمْ إِصْرِي قَالُوا أَقْرَرْنَا قَالَ فَاشْهَدُوا وَأَنَا مَعَكُمْ مِنَ الشَّاهِدِينَ فَمَنْ تَوَلَّى بَعْدَ ذَلِكَ فَأُولَئِكَ هُمُ الْفَاسِقُونَ. وَإِذَا أَخَذَ اللَّهُ പിടിച്ചു വാങ്ങിയിട്ടുണ്ട് മീസാഖ നബിയീൻ, നബിമാരോട് ഒരു ഉടമ്പടിയെ. ലമാ ആതൈതുക്കും, നിങ്ങളുടെ അടുത്ത് ഞാൻ അയച്ചു വന്നിരിക്കട്ടെ. മിൻ കിതാബിൻ വഹിക്മ, നിങ്ങൾക്ക് ഞാൻ നൽകി എന്നിരിക്കട്ടെ. കിതാബും വഹിക്മ, അനുഭവത്തും. സുമ്മ ജാഅക്കും, അഥവാ നിങ്ങളെ നബിയാക്കിയതിനു ശേഷം സുമ്മ ജാഅക്കും, പിന്നെ നിങ്ങളുടെ അടുത്ത് വന്നാലോ, റസൂലുൻ, മഹാനായ റസൂൽ മുഹമ്മദ്. റസൂൽ ഒന്നേ ഉള്ളൂ, ബാക്കി നുവാബുർ റസൂലാണ്, റസൂലിന്റെ നായിബുകളാണ്. റസൂൽ ഒന്നേ ഉള്ളൂ. റസൂൽ ഇല്ലാത്ത സമയത്ത് അവരെ റസൂൽ എന്ന് പറയും. അത് കാളിയരില്ലാത്ത സമയത്ത് നായിബ് കാളിക്ക് കാളി എന്ന് പറയും പോലെയാണ്. കാളിയാണോ? അല്ല. നുവാബുർ റസൂൽ, റസൂലാണ് നുവാബ, പകരക്കാരാണ്. നായിബുകൾ മാത്രമാണ്. അത്രയേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. ഒരു റസൂലേ ഉള്ളൂ, അത് മുഹമ്മദ് മുസ്തഫ. ബാക്കിയൊക്കെ റസൂലിന്റെ നുവാബ്, റസൂലിന്റെ പകരക്കാരാണ്. ഒന്നുമല്ല, അവർക്കൊന്നും ഇവിടെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് കഴിഞ്ഞില്ല? അവരെ കൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ചില്ല. എന്തേ ഉദ്ദേശിക്കാത്തത്? കാര്യം നടപ്പിലാക്കാൻ അള്ളാഹു ഒരാളെ ഏർപ്പെടുത്തിയിട്ടുണ്ട്, അത് മുഹമ്മദ് മുസ്തഫ. വളരെ ചിന്തിക്കണം, ചിന്തിക്കണം. അങ്ങനെ റസൂൽ വന്നാൽ ആ റസൂലിൽ നിങ്ങൾ ഉമ്മത്താകണം. അതതിൻ്റെ അർത്ഥം. ഒരാളിൽ മറ്റൊരാൾ വിശ്വസിച്ചാൽ ആ വിശ്വസിച്ച ആൾ നബിയും ഇയാൾ ഉമ്മത്തും. അപ്പോൾ അമ്പിയാക്കളെല്ലാം ഉമ്മത്തായി കൊടുക്കണം. ആർക്ക്? മുഹമ്മദ് മുസ്തഫ. വലതൻസുറുന്നഹു, റസൂലിന്റെ ഉമ്മത്തുമാകണം. റസൂലിനെ സഹായിക്കുകയും വേണം, തീർച്ചയായും സഹായിക്കണം. എന്നിട്ട് അള്ളാഹു ചോദിച്ചു, ഇത് നിങ്ങൾ സമ്മതിച്ചോ? ഈ അടിത്തറയിൽ നിന്നുകൊണ്ട് എന്റെ ഉടമ്പടിയെ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? അതായത് ഈ ഒരു വ്യവസ്ഥയിൽ മാത്രം നബുവത്ത് സ്വീകരിച്ചാൽ മതി. ഖാലു, അവർ പറഞ്ഞു, അഖറർന, ഞങ്ങൾ സമ്മതിച്ചു. ഖാല, അല്ലാഹു പറഞ്ഞു, പോരാ, ഫഷ്ഹദു ബഅലകും ബിബഅലിൻ, നിങ്ങൾ തമ്മിൽ സാക്ഷിയാകും. അതായത് ഒരു നബി സമ്മതിച്ചാൽ ബാക്കി 1,23,998 നബിയും അത് സമ്മതിക്കണം. അത് ഉറപ്പാണ്. ഈ നിൽക്കുന്ന മുഹമ്മദ് മുസ്തഫാക്ക് ഞാൻ അയച്ചു കഴിഞ്ഞാൽ ആ ആളുടെ ഉമ്മത്തായി കൊടുക്കാമെന്ന് ഒരു നബി സമ്മതിച്ചാൽ ബാക്കിയുള്ള നബികൾ സാക്ഷ്യമാണ്. ഓരോ നബിക്കും എന്തുണ്ടാവും? 1,23,998 സാക്ഷിമാരുണ്ടാവും ഈ കർമ്മത്തിന്. പിന്നെയും സാക്ഷി ഉണ്ടാവും. വഅന മഅകും മിന ഷാഹിദീൻ, അതിൻ്റെ പുറമെ ഞാനും സാക്ഷിയാണ്. എന്നാൽ മാത്രം ഫമൻ തവല്ല ബഅദ ദാലിക, ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഒരാൾ പുറകോട്ട് പോയാൽ ഫഉലൈക, ആ വിഭാഗം, അത്തരക്കാർ, ഹും, അവർ തന്നെയാണ് അൽ ഫാസിഖൂൻ, തമ്മാടികൾ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തമ്മാടികൾ എന്ന് ഒരു നിലക്ക് ഇവിടെ പറയുന്നത് ആരെയാ? അതൊരു എന്താ പറയാ, സംഭവിക്കാത്തതാണ്, എന്നാലും ഒരു സാങ്കല്പികമായ ഒരു പോസിബിലിറ്റി. ഇവർ തമ്മാടികളാവോ? ഇവർ അള്ളാഹ്ക്കെതിരെയോ? ഇവർ മാസമുകളല്ലേ? ആരായി ഉടമ്പടി എടുക്കണേ? അമ്പിയാക്കള്. അവരെതിര് ചെയ്യോ? ഇല്ല. എന്നാലും പറയാം, ഫമൻതമല്ല, ഈ ഉടമ്പടി ഒരാൾ പുറകോട്ട് പോയാൽ ഫൗലൈക, അവർ തന്നെയാണ് അൽ ഫാസിഖൂൻ, തമ്മാടികൾ. അഥവാ മുഹമ്മദ് എന്ന മനുഷ്യനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിക്കുന്ന ഒരാൾ പുറകോട്ട് പോയാൽ ഏത് നബിയാണെങ്കിലും അവൻ തമ്മാടിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
വരൂല. എന്നാലും ഒരു സാങ്കല്പിക പോസിബിലിറ്റി, മനസ്സിലാവുണ്ട് പറഞ്ഞത്, വരൂല. എന്നാലും ഇതെന്തിനാ അത്രയും വിഷയം ശക്തിയാക്കിയിട്ടുണ്ട്? മനസ്സിലായോ? പുറകോട്ട് പോകരുത്. മാത്രമല്ല, ഒരു നബി ഉമ്മത്താണെങ്കിൽ പിന്നെ ആ നബിയുടെ ഉമ്മത്തിന്റെ അവസ്ഥ എന്താ? അവർ ബില്ലൗല ഉമ്മത്താണ്. ആരുടെ? മുഹമ്മദ് മുസ്തഫ. അപ്പോൾ ഈ ലോകം മുഴുവനും ഉമ്മത്ത് മുഹമ്മദാണ്. ഈ ലോകമൊക്കെ, ഈ ലോകം മുഴുവനും റസൂലുള്ളാഹിന്റെ ഉമ്മത്താണ്. ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവരുന്ന പായലെ ഒരു 3-4 ദിവസം ഇങ്ങനെ വരച്ചാലടാ നിസ്കാരത്താൻ പെണ്ണു ഉണ്ടാക്കിയാണെന്നൊരു ഒരു കാര്യമില്ല. എനിക്കിത് നിർത്താൻ തോന്നിയിട്ട് കാലം കുറേ. പിന്നെ ദാറുൽ ഖുർആൻ എൻ്റെ തലയിലാണല്ലോ എന്ന് വിചാരിച്ച് മാത്രം നടത്തുക. എന്തുകൊണ്ട്? മനുഷ്യനോട് പറഞ്ഞിട്ട് കാര്യമില്ല. പരിശുദ്ധ ഖുർആനിലെ 82 സൂറത്തിറങ്ങിയ മുത്ത് റസൂലുള്ളാഹി ഖദീജയുടെയും വീട് ഒരു വിഭാഗം ആളുകൾ കക്കൂസാക്കിയിട്ടുണ്ടെന്ന് സൂര്യൻ്റെ വെളിച്ചം പോലത്തെ തെളിവ് ഞാൻ ഈ കേരളത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒരാൾക്കൊരു പ്രശ്നമില്ല, പോലെ മുത്തുന്നു പിടിക്കുന്നു, ഒരു പ്രശ്നമില്ല, മുറ്റുവിച്ചുമില്ല. അപ്പൊ പൊട്ടനാരായി? പൊട്ടൻ ഞാനായി. ഇതിന് മറുപടിക്കാരൻ വരെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല എന്നുമല്ല. ഒട്ടകത്തിന്റെ തല സൂചിയുടെ ദ്വാരത്തിൽ കിടന്നാലും അതിന് മറുപടി വേണ്ടിയില്ല. എന്തുകൊണ്ട്? ഇത് സത്യമാണ്. അതിനുവേണ്ടി ആയിരക്കണക്കായ തെളിവുകൾ. അമേരിക്കൻ ചരിത്ര വിഭാഗം അംഗീകരിച്ച തെളിവ്, ബ്രിട്ടീഷ് ചരിത്ര വിഭാഗം അംഗീകരിച്ച തെളിവ്, ലോകത്തെ മുഴുവനും ചരിത്രകാരന്മാർ അംഗീകരിച്ച തെളിവും കൂടി ആധുനിക ചരിത്രകാരന്മാരുടെ തെളിവടക്കം 100 കണക്കിന് പുസ്തകം രേഖപ്പെടുത്തിയ സംഭവം. ഇതൊക്കെ പറഞ്ഞാലും ഇവർക്ക് പ്രശ്നമൊന്നുമില്ല. എന്തുകൊണ്ട്? അവരെ കയ്യെ പിടിച്ചാലും അവരെ മുത്താനും അവരെ കൂട്ടിപ്പിടിക്കാനും ഒരു പ്രശ്നമില്ല, ഒരു വിചാരമില്ല. എന്തുകൊണ്ട്? പറഞ്ഞു വിട്ടിയായി. ഞാൻ വിട്ടിയാവൂല. എല്ലാവരും വിട്ടിയാവുന്ന ദിവസം ഞാൻ വിട്ടിയാവൂല ഇൻഷാ അല്ലാഹ്. പിന്നെ ഞാൻ അത് പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾ എന്നെ വിട്ടിയാക്കും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു ദിവസമുണ്ട്. ആ ദിവസം ആരൊക്കെ എന്നെ വിട്ടിയാക്കിയോ അവരൊക്കെ വിട്ടിയാക്കും ഇൻഷാ അല്ലാഹ്. ഒരാൾക്കും മാപ്പാക്കുമെന്ന് വിചാരിക്കേണ്ട. എന്തുകൊണ്ട്? അത്രയും വലിയ സത്യപ്പെട്ട തെളിവുകൾ മലയാളക്കരയിൽ തലച്ചോറില്ലടാ മൂളുള്ളവർക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അല്ലാഹു തആല നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇത് ചിന്തിച്ചോളി. ഇവരിൽ നിന്ന് എന്താഗ്രഹിക്കണം? അവരല്ലേ ആ ഫാസിഖീങ്ങൾ. എന്തുകൊണ്ട്? റസൂലുള്ളാഹിന്റെ മഹത്വം ഒരാൾ അംഗീകരിച്ചില്ലെങ്കിൽ തരിമ്പ് ഈമാൻ ഉണ്ടാവില്ല. തരിമ്പ് ഈമാൻ ഉണ്ടാവില്ല. ലിമുഹമ്മദിൻ ദാനൽ വജൂദു ബിഅസ്രി. ഹാഫിദ് ശൻഖീതിയുടെ അൽ ഇൻസാനുൽ കമാൽ എന്ന മൗലിദിൽ നിന്നാണ് ഞാൻ ഈ വായിച്ചത്. അദ്ദേഹം സുജൂദിൽ കിടന്ന് മരിച്ചു. അൽ ഹാഫിദ് ശൻഖീതി ഈ ബൈത്തുണ്ടാക്കിയ ആൾ സുജൂദിൽ കിടന്ന് മരിച്ചു. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. ഇപ്പോൾ ഞാൻ ചൊല്ലിയ ബൈത്ത് ലിമുഹമ്മദിൻ ദാനൽ വജൂദു ബിഅസ്രിഹി വഹുവ തഈയുൻ ബിൽളുഹൂരിൽ അക്ബരി യാ റബ്ബി സ്വല്ലി അലൻ നബി മുഹമ്മദി മുഹമ്മദിൻ ദാനൽ വജൂദു ബിഅസ്രിഹി. ഏതൊരു സൃഷ്ടിയുടെ ഉണ്മയും തല താഴ്ത്തി നിൽക്കുകയാണ് മുഹമ്മദിന്റെ മുന്നിൽ. ഈ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുമെന്ന് പറഞ്ഞ ഏറ്റവും വലിയ പ്രത്യക്ഷം ആ നബിയുടെ പ്രത്യക്ഷമാണ് മുഹമ്മദ്. നാളില്ല. ഫർദാനായ റബ്ബിനെ ഒരു ഫർദാനായ അടിമയാണ് മുഹമ്മദ് മുസ്തഫ. ഇത് നിന്റെ വ്യാഖ്യാനല്ല, കേട്ടോളൂ. ഈ ഉടമ്പടിയെക്കുറിച്ച് നിന്റെ വ്യാഖ്യാനല്ല, ഞാൻ കേട്ടു. ബഹുമാനപ്പെട്ട നജ്മുദ്ദീൻ കുബ്ര തങ്ങളുടെ അത്വീലാത്തുൻ നജ്മിയ എന്ന അവരുടെ കിതാബാണ് തഫ്സീർ. പരിശുദ്ധ ഖുർആന്റെ ഈ ആയത്തിന് ഇമാം നജ്മുദ്ദീൻ കുബ്ര കൊടുക്കുന്ന റളിയല്ലാഹു അൻഹു ലോകം കണ്ട മുഫസ്സിറും മുഹദ്ദിസും സൂഫിയും ലോകം കണ്ട മഹാന്മാരിൽ മഹാനുമായ ലോകം കണ്ട മഹാനായ നജ്മുദ്ദീൻ കുബ്ര റളിയല്ലാഹു അൻഹു ഈ ആയത്തിന് കൊടുക്കുന്ന വ്യാഖ്യാനം നോക്കിക്കൂടെ. കിതാബ് എന്നെ വായിച്ചു. അല്ലാഹു തആല ലമ്മാ അഖ്റജ ദുരിയത ആദം സയ്യിദുനാ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ മക്കളെ അല്ലാഹു പുറത്തിറക്കിയപ്പോൾ മിൻ സുൽബിഹി അവിടുത്തെ മുതുകിൽ നിന്ന് കമാ അഖദൽ മീസാഖ അലൈഹിം ബിൽ വഹ്ദാനിയ അല്ലാഹുവിന്റെ വഹ്ദാനിയത്ത് റുബൂബിയത്തിന്റെ എല്ലാം ഉടമ്പടി പിടിച്ചതുപോലെ ഫകദാലിക
അത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുതുകിൽ നിന്ന് മക്കളെ പുറപ്പെടുവിച്ചിട്ട് അള്ളാഹുവാണ് റബ്ബാണ്, അവനാണ് വാഹിദായ റബ്ബ് എന്ന കാര്യത്തിൽ ഒരു ഉടമ്പടി പിടിച്ചു വാങ്ങിയതുപോലെ അപ്രകാരം ലോകത്തുള്ള സകല മനുഷ്യരോടും അല്ലാഹു ഉടമ്പടി പിടിച്ചു വാങ്ങിയിട്ടുണ്ട്. മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ റിസാലത്ത് നിങ്ങൾ അംഗീകരിക്കണം. എല്ലാവരും, ഇത് നബിമാർ മാത്രമല്ല, നബിമാരെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നബിമാർ മാത്രമല്ല, നബിമാരുടെ ഉമ്മത്തുകളും ഈ വിഷയത്തിൽ സമമാണ്. അപ്പോൾ ഒരു നബി ഒരു ജനതയ്ക്ക് നബിയായി വരുമ്പോൾ എന്ത് പറയണം? നബി എന്ന് എന്നെ ഇപ്പോൾ പറയാം എന്നൊരാൾ വന്നാൽ ഞാൻ നബിയല്ല, ഞാൻ ആ ആളുടെ നായിബ് മാത്രമാണ്. ആ ആൾ എപ്പോൾ വരും, എപ്പോഴും വരാം എന്ന് അള്ളാഹു ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ യഥാർത്ഥ നബി മുഹമ്മദാണ്. ഞാൻ ആ ആളിപ്പോൾ ഭൂമിക്ക് മുകളിൽ പ്രത്യക്ഷപ്പെടാത്തത് കൊണ്ട് ഞാൻ പകരക്കാരനായി നിൽക്കുന്നു എന്നേ ഉള്ളൂ. അങ്ങനെ പറയാം. മനസ്സിലായില്ലവർ? ചിന്തിക്ക് പറഞ്ഞ് മനസ്സിലായോ? ചിന്തിക്ക്, വളരെ ചിന്തിക്കണം. പ്രത്യക്ഷമായാൽ അധികാരമില്ല, പിന്നൊരു അധികാരം. ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. എന്താ ഈ പറഞ്ഞത്? പ്രത്യക്ഷമാകാത്ത കാലത്തോളം, ഈ ഭൂമിക്ക് മുകളിൽ ജനങ്ങൾക്ക് പ്രത്യക്ഷപ്പെടാത്ത കാലത്തോളം ഞാൻ ആയിബാൻ, അത്രേ ഉള്ളൂ. ഈ ഉടമ്പടി പിടിച്ചു വാങ്ങിയതിൽ നബിമാരും നബിമാരുടെ ഉമ്മത്തുകളും തമ്മിൽ വ്യത്യാസമില്ല. അപ്പോൾ ആരെങ്കിലും പുറകോട്ട് പോയാൽ അവർ തമ്മാടികളാണ്. ഇത് നബിമാരോടും നബിമാരുടെ സമൂഹങ്ങളോടും പറഞ്ഞു. പക്ഷേ മുഹമ്മദ് മുസ്തഫ വന്നപ്പോൾ ചില നബിമാരുടെ സമുദായങ്ങൾ പുറകോട്ട് പോയി. അപ്പോൾ അവർ അള്ളാഹുവിന്റെ അടുക്കൽ ഫാസിഖാണ്. ആ ഫാസിഖുകളാണ് ആര്? ആ ഫാസിഖുകൾ നബിയിൽ നിന്ന് പുറകോട്ട് പോയത് കൊണ്ടാണ് ആ ഫാസിഖുകളെ കുറിച്ച് എന്ത് പറയുന്നത്? ഫാത്തിഹ സൂറത്തിൽ മഗ്ദൂബി അലൈഹിം ളാല്ലീൻ എന്ന് പറയുന്നത്. ഹസ്ബി റബ്ബി ജല്ല. മനസ്സിലായോ പറഞ്ഞത്? ആരാ മഗ്ദൂബി അലൈഹിം? മുഹമ്മദ് മുസ്തഫ വന്നപ്പോൾ പുറകോട്ട് പോയ പഴയ കാലത്തെ നബിമാർ സത്യസന്ധരായി അവർ മുഹമ്മദ് മുസ്തഫയെ പറ്റി അറിയിപ്പ് കൊടുത്തു. അവരുടെ വേദഗ്രന്ഥത്തിലുണ്ടായിരുന്നു. പക്ഷേ ആ നബിയുടെ ഉമ്മത്ത് ഈ മഹാൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പുറകോട്ട് പോയി. ലം യകുനില്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന മുൻഫകീന ഹത്താ തഅതിയഹുൽ അരബൈന റസൂലുൻ മിനല്ലാഹ്. ബൈന വന്നപ്പോൾ പുറകോട്ട് പോയി. വ്യക്തമായ ലക്ഷ്യം ബൈന, വ്യക്തമായ ലക്ഷ്യം. ആരെ വ്യക്തമായ ലക്ഷ്യം? പറ, ബദലാണ് അടുത്ത വാക്ക്. പറ, റസൂലുൻ മിനല്ലാഹ്. വമാ തഫറഖല്ലദീന ഉർത്തുൽ കിതാബ ഇല്ലാ മിൻ ബഅദി മാ ജാഅതുഹുൽ ബയ്യിന വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ് മുഖ്ലിസീന ലഹുദ്ദീൻ. മനസ്സിലായില്ലേ പറഞ്ഞത്? അവർ പുറകോട്ട് പോയി, അവർ തമ്മാടികളാണ്. അപ്പോൾ മനസ്സിലായി. നബിമാരോട് കരാറെടുത്തുവെങ്കിൽ നബിമാർ ഉമ്മത്തുണ്ട്. പുറകോട്ട് പോയ ഫാസിഖ്യങ്ങളാണെന്ന് പറഞ്ഞു. നബിമാർ പുറകോട്ട് പോവുകയില്ല. പക്ഷെ നബിമാരുടെ ഉമ്മത്ത് പിൽക്കാലത്ത് പുറകോട്ട് പോയവരാണ്. ഈ ഒരൊറ്റ കർമ്മം കൊണ്ട് എല്ലാ ഉമ്മത്തുൽ അംബിയാവും ഫാസിഖാണ്. മനസ്സിലാവുണ്ട് പറഞ്ഞത്? മനസ്സിലായില്ലേ? എന്താ ഒരു പ്രശ്നം? അവർ മുഹമ്മദ് മുസ്തഫന്ന് പുറകോട്ട് പോയി. പറയാൻ പറ്റും. എന്തുകൊണ്ട്? ഇവരൊന്നും വലിയ ആളുകളല്ല, അവരൊക്കെ നായിബീങ്ങളായിരുന്നു. ഏത് നബിയും ഞാൻ നബിയാണെന്ന് പറയുന്നത് മുമ്പ് പറയും, ഞാൻ തൽക്കാലം നബിയാണ്. ആൾ വന്നാൽ ഞാൻ എല്ലാ സമയത്തുള്ള നിക്കാഹൊക്കെ നിങ്ങൾ നടത്തി കൊടുക്കണം നായിബ് ഖാദിനോട് പറഞ്ഞു. ഖാദിർ മനസ്സിലായോ? അങ്ങനെ ഒതൊക്കെ ചെയ്ത് പടത്തിൽ വന്ന് ഇരിക്കുമ്പോഴാണ് എൻ്റെ ഖാദിറിന് വരുന്നത്. ഞാൻ ഈ നിക്കാൻ കൂടി ഞാൻ തന്നെ ചെയ്യട്ടെ എന്ന് പറയാൻ പറ്റൂല. എന്തുകൊണ്ട്? ഞാൻ ഇല്ലെങ്കിലും നിക്കാൻ നടത്തണമെന്നേ എന്തുള്ളൂ സമ്മതം. നിങ്ങളെൻ്റെ കൂടെ ഇല്ല. മനസ്സിലായോ? അതൊന്നും കാര്യമില്ല. ഖാദിർ പാപ്പാന്റെ തല കണ്ടു കഴിഞ്ഞാൽ പിന്നെ നായിബ് ഖാദിർ നോക്കി പാടില്ല. മനസ്സിലായോ? അതൊന്നും കാര്യത്തിൽ എത്തിയാൽ പറയണം, അതാ ഖാദിർ എത്തിക്കഴിഞ്ഞ് 2 മിനിറ്റ് കൈയച്ച് ഖാദിർ കൊടുത്തു. എന്തുകൊണ്ട്? ഖാദിർ വന്നാൽ പിന്നെ നായിബ് ഖാദിക്ക് ഒപ്പില്ല. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ ചന്ദ്രന്റെ നിലാവ് നോക്കി നിൽക്കാൻ പറഞ്ഞാൽ അതിന് ഒപ്പില്ല. അതാണ് മുഹമ്മദ് മുസ്തഫ
അല്ല, അന്ന് മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമിയിൽ വന്നിട്ടുണ്ടോ ഈ കരാർ എടുക്കുന്ന കാലത്ത്? ഇല്ല. പിന്നെ ആയിരക്കണക്കിന് വന്നോ കൊല്ലം? ഇല്ല. പിന്നെ എന്തിനാ എത്ര ധൃതി പിടിച്ചൊരു കരാർ എടുക്കേണ്ട ആവശ്യം? അള്ളാഹ്ക്ക് അതിൻ്റെ ആവശ്യം എന്താ? വന്ന ആളെ കുറിച്ച് സന്തോഷിക്കാൻ തയ്യാറില്ല, വരാത്ത ആളെ കുറിച്ച് അള്ളാഹ് സന്തോഷിച്ചു എന്നാണ് പറയുന്നത്. മനസ്സിലായോ? വന്ന ആളെ സന്തോഷിക്കാൻ നമ്മൾ തയ്യാറില്ല, വന്ന ആളെ കുറിച്ച് സന്തോഷിക്കാൻ നമ്മൾ തയ്യാറില്ല. നബിദിനം നടത്താത്ത ചില വിഭാഗത്തിന്റെ സ്ഥാപനങ്ങളിൽ പിറ്റേത്ത മാസം റബീഉൽ അവ്വലിൽ ഇപ്പുറത്തെ മദ്രസയിൽ നബിദിനം നടക്കുമ്പോൾ റബീഉൽ ആഖിറിൽ അപ്പുറത്തെ മദ്രസയിൽ മദ്രസ വാർഷിക യോഗം നടത്തും. നമ്മുടെ ബഹുമാനപ്പെട്ട ജനങ്ങളെ ഫസാദാക്കുന്ന മദ്രസയുടെ വാർഷികം 37ാമത്തെ വാർഷികമാണിത്. ഫസാദാക്കലിന് 37ാമത്തെ വർഷ സംവത്സരങ്ങളുടെ വാർഷികം നടത്താണ് അപ്പുറത്ത്. അത് ആ മദ്രസ അവരുണ്ടാക്കിയതിൻ്റെ സന്തോഷം. ഇത് സന്തോഷമില്ല. മനസ്സിലായില്ലേ? മദ്രസയിൽ എൻ്റെ വാർഷികത്തിൽ ഒരു സന്തോഷ പ്രകടനം, എൻ്റെ വാർഷികം അതൊരു സന്തോഷ പ്രകടനമല്ലേ? അതിൽ സന്തോഷമുണ്ട്, ഇതിൽ സന്തോഷമില്ലേ? മനസ്സിലായില്ലേ? ചിന്തിക്കണം. കോമൺ സെൻസ് മതി. വളരെ തല കൊടുത്ത് ചിന്തിക്കണം. മുഹമ്മദ് മുസ്തഫ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരാളെ ബഹുമാനിച്ചോ ആ ആളെ ബഹുമാനിക്കൽ നമ്മുടെ കടമയും കർത്തവ്യവുമാണ്. അല്ലാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കണം, അല്ലാഹു നിന്ദിച്ചതിനെ നിന്ദിക്കണം. അതാണ് ഈമാൻ. മനസ്സിലായോ? പുണ്യ മുഹമ്മദ് മുസ്തഫ ഭൂമിയിലെത്തുന്നതിന്റെ ആയിരക്കണക്കായ എത്രായിരം അറിയൂല കൊല്ലങ്ങൾക്ക് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉടമ്പടി എടുത്തു പറഞ്ഞു, ഈ മനുഷ്യനിൽ നിങ്ങൾ സന്തോഷിക്കണം. ഈ മനുഷ്യനാണ് നേതാവ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. فالخطاب مع أمة النبي بالإيمان به والنصر له فإن ناصر كل نبي أمته بالإيمان والنصر له. ഏതൊരു നബിയെ ഒരാൾ സഹായിക്കേണ്ടി വന്നാലും വിശ്വസിക്കേണ്ടി വന്നാലും ആ ആൾ ആ നബിയുടെ ഉമ്മത്തായിരിക്കും. അപ്പോൾ എല്ലാ അമ്പിയാക്കളും ഉമ്മത്ത് മുഹമ്മദാണ്. സയ്യിദുനാ ആദം ഉമ്മത്തിന് മുഹമ്മദാണ്. സയ്യിദുനാ ശീസ്, സയ്യിദുനാ നൂഹ്, സയ്യിദുനാ ഇബ്രാഹിം എല്ലാവരും ഉമ്മത്ത് മുഹമ്മദാണ്. മനസ്സിലായില്ലേ? എല്ലാവരും ഉമ്മത്ത് മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാനത്തെ ആൾ അത് തുറന്നു പറഞ്ഞു, പിന്നെ നബി വന്നില്ല. മനസ്സിലായില്ല? എല്ലാ ജനങ്ങളോടും എല്ലാ നബിമാരും അത് തുറന്നു പറഞ്ഞു. അവസാനത്തെ നബി തുറന്നു പറഞ്ഞത് ഖുർആനിലുണ്ട്. എനിക്ക് ശേഷം ഒരാൾ വരാനുണ്ട്, ആ ആൾ അഹ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഒരാൾ വന്നിട്ടില്ല. AD 571 പുണ്യ റസൂൽ വെളിവായി സല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായോ? AD 33 ആയിരിക്കും ബഹുമാനപ്പെട്ട ഈസ ഉയർത്തപ്പെട്ടതെന്ന പ്രധാന അഭിപ്രായം. അതിനു മുമ്പ് ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വാക്ക് പരിശുദ്ധ ഖുർആൻ ഉദ്ധരിച്ചു. എനിക്ക് ശേഷം ഒരാൾ വരുന്നുണ്ട്, ആ ആളെ സന്തോഷ വാർത്ത അറിയിക്കാനാണ് ഞാൻ വന്നത്. ഈ നബിക്ക് സന്തോഷ വാർത്ത അറിയിക്കാനാണ് ആര് വന്നത്? യഹ്യ. ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിന് മുന്നറിയിപ്പുകാരനാണ് ആര്? യഹ്യ. ഈസ അലൈഹിസ്സലാം ആരെ മുന്നറിയിപ്പുകാരനാണ്? മുഹമ്മദ് മുസ്തഫ. യഹ്യ അടക്കം എല്ലാവരും. അത് അവസാനത്തെ ആൾ തുറന്നു വന്നു. പിന്നെ നബിയില്ല, പിന്നെ ഈ ഭൂമിയിൽ നബിയില്ല, പിന്നെ നബിയേ ഇല്ല. അവസാനത്തെ ആൾ തുറന്നു പറഞ്ഞു സയ്യിദുനാ ഈസ. ഇനി ആൾ തിരിച്ചു വരും. ഞാൻ തുറന്നു പറഞ്ഞിട്ടും എന്തുകൊണ്ട് നിങ്ങൾ അംഗീകരിച്ചില്ല? സ്വന്തം ജനതയെ മര്യാദ പഠിപ്പിക്കും. ആര്? ഈസ. ഇതൊക്കെ ഈ ലോകത്ത് നടക്കും, നടന്നേ തീരും. മനസ്സിലായില്ലേ? ചിന്തിക്കണം. മുഹമ്മദ് മുസ്തഫ ഇങ്ങനത്തെ ഒരു നേതാവിനെ തന്നിട്ട് എന്തുകൊണ്ട് സന്തോഷിച്ചില്ല? ഇതൊന്നും എടുത്തു കളയാൻ, ഖുർആൻ എടുത്തു കളയാൻ ഇബ്ലീസിന്റെ ആളുകൾക്കൊരു നിർവാഹമില്ല. അപ്പോൾ പിന്നെ എന്ത് വേണം? അവർക്ക് വ്യാഖ്യാനങ്ങൾ നാശാക്കിയിട്ട് മനുഷ്യനെ പേടിപ്പിക്കണം. ഏത് കാലത്താണ് പുണ്യ റസൂലിൽ സന്തോഷിക്കാത്തത്? മുഹമ്മദ് മുസ്തഫ. ഏതൊരു നബിയോടും അള്ളാഹ് പറഞ്ഞു, ഏതൊരു നബിയും തന്റെ ഉമ്മത്തിനോട് പറഞ്ഞു, എന്ത്? ഈ നബി വന്നാൽ വിശ്വസിക്കണം. ആ നബിയുടെ കാലത്ത് എത്തിക്കഴിഞ്ഞാൽ എത്തിച്ചിട്ടില്ലെങ്കിൽ മനസ്സിലായില്ല. ഒരു നബിയും ആ നബിയുടെ ഉമ്മത്തും
ജീവിക്കുന്ന കാലത്ത് മുഹമ്മദ് മുസ്തഫ എത്തിയിട്ടില്ല എങ്കിൽ അവര് എന്ത് ചെയ്യണം? അവരെ ബേക്കിലുള്ള ആളുകൾക്ക് വസിയത്ത് ചെയ്യണം. ഇതാ ഞങ്ങൾ മരിക്കാൻ പോവാണ്, ഇതാ എന്ത് ചെയ്യണം? മുഹമ്മദ് മുസ്തഫ വന്നാൽ അംഗീകരിക്കണട്ടാ എന്ന് പറഞ്ഞു. ഇനി നിങ്ങൾ നോക്കുക, വസ്സാബിഹ ഇബ്രാഹിമു ബനീഹി വയാഖൂബ് എന്നൊരായത്തുണ്ട്. എവിടെ തങ്ങളെ? വസ്സാബിഹ ഇബ്രാഹിമു ബനീഹി യാഖൂബ് എന്നൊരായത്തുണ്ട്. എവിടെ? എവിടെ? അൽ ബഖറ 132-ാമത്തെ ആയത്ത്. ഈ ആയത്തിന് തങ്ങൾ പറയുന്ന വ്യാഖ്യാനങ്ങൾ കേട്ടു, ഭയങ്കര ബഹുമാനപ്പെട്ടവർ പറയാണ്, ഇബ്രാഹിം നബിയും യാക്കൂബ് നബിയും എല്ലാം അവരുടെ മക്കൾക്ക് വസിയത്ത് കൊടുത്തിട്ടുണ്ട് എന്നൊരു വാക്ക് ഖുർആനിൽ അൽ ബഖറയിൽ ഉണ്ട്. ആ വസിയത്ത് എന്താണ് എന്നോ? ആ വസിയത്ത് അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട അംബിയാ എന്ത് ചെയ്തിട്ടുണ്ട്? അവരെല്ലാവരും പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നു കഴിഞ്ഞാൽ അംഗീകരിക്കണമേ എന്ന് ഓരോ നബിയും അവരെ പിൻഗാമികൾക്ക് വസിയത്ത് ചെയ്തിട്ടാണ് മരിച്ചു പോയിട്ടുള്ളത്. എന്തുകൊണ്ട്? മുഹമ്മദ് മുസ്തഫ എന്ന് അംഗീകരിച്ചോളൂ, പുണ്യ മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണ് മിഅ്റാജിന്റെ രാത്രി എല്ലാ നബിമാരെയും ഒരുമിച്ച് കൂട്ടിയത്. എന്തുകൊണ്ട്? ഇവര് ആയിരക്കണക്കായ കൊല്ലം ഈ മനുഷ്യന്റെ പൊലിമ പറഞ്ഞിട്ടുണ്ട്. ആ മനുഷ്യനെ ഖിയാമത്ത് നാൾ ആകുന്നതിന് മുമ്പ് ഒരു വട്ടെങ്കിലും മുമ്പിൽ നിന്ന് കണ്ടുമുട്ടാനൊരു തൗഫീഖ്. മനസ്സിലായോ? ചിന്തിക്കണം. എല്ലാവരും റസൂലാണ് ബാക്കിൽ ഒരുമിച്ച് കൂടി. وقدمتك جميع الأنبياء بها والرسل تقديم مخدوم على قدمه مولاي صل وسلم. എല്ലാവരും مع كل طائفة منكم في كل زمان مع الحاضرين معكم. എല്ലാ ആളുകളും ആരൊക്കെ ഇത് അവരുടെ ജനതയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നതിന് ഞാൻ സാക്ഷിയാവും. ഞാൻ നിങ്ങൾക്ക് ഇതോടുകൂടെ സാക്ഷിയായിരിക്കും എന്ന് പറഞ്ഞാൽ ഓരോ നബിമാർക്കും അല്ലാഹുവിന്റെ ഉടമ്പടിയുണ്ട്. പുണ്യ റസൂൽ വന്നാൽ അവർ വസിയത്ത് ചെയ്യും. പുണ്യ നബി അവർ നബിയായി വന്നാൽ ഹബീബായ നബിയെ കുറിച്ച് വസിയത്ത് ചെയ്യണം. മുഹമ്മദ് മുസ്തഫ അത് ഞാൻ നോക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. പിന്നെ ഒരു ജനത പുറകോട്ട് പോയാലോ? അതും ഞാൻ പുറകോട്ട് പോയി. അതാണ് ലോകത്തിന്റെ നാശത്തിന്റെ അടിസ്ഥാനം. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇതേ അഭിപ്രായം അല്ലാമ ഇമാം സ്വാബി റളിയല്ലാഹു അൻഹു ഈ ആയത്തിന്റെ തഫ്സീർ സ്വാബിയിൽ പറയുന്നത് കൂടി നോക്കൂ. പുണ്യ മുഹമ്മദ് മുസ്തഫ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി ഇത് പറഞ്ഞുകൊണ്ട് വരികയാണ്. ഫഅഖദല്ലാഹു അലാ കുല്ലി നബിയ്യിൻ ബിൻഫിറാദിഹി ലഇൻ ജാഅഹു മുഹമ്മദുൻ വഹുവ ഹയ്യുൻ മുസദ്ദിഖുൻ ലിമാ മഅഹു ലയുമിനുന്ന ബിഹി വലയൻസുറുന്നഹു. ഏതൊരു കാലത്ത് ഒരു നബി ജീവിച്ചിരിക്കുന്ന കാലത്ത് മുഹമ്മദ് നബി വന്നാൽ ഉടനെ സ്ഥാനം ഒഴിവാക്കി കൊടുക്കണം. എല്ലാ നബിയും സ്ഥാനം ഒഴിവാക്കി കൊടുക്കണം. മുഹമ്മദ് മുസ്തഫ ഫലവല്ലഹറ മുഹമ്മദുൻ ഫീ സമനി അയ്യ നബിയിൻ മിനൽ അംബിയാ. ഏതൊരു നബിയുടെ കാലത്ത് മുഹമ്മദ് മുസ്തഫ വന്നാലും ലബതല ശറഉ ദാലിക നബി, ലബതല ശറഉ ദാലിക നബി, ആ നബിയുടെ ശരീഅത്ത് അപ്പോൾ ബാത്തിലാവും. 10ാം ക്ലാസ്സിന് മനസ്സിലായില്ല. 10ാം ക്ലാസ്സില് പഠിപ്പിച്ച് ഫെബ്രുവരി അവസാനം മാർച്ചിന്റെ തുടക്കം വരെ പഠിപ്പിച്ച് സിലബസ് ഒക്കെ വേണ്ടത്ര പഠിപ്പിച്ച് പരീക്ഷ എഴുതാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന നേരത്ത് പരീക്ഷാ കൺട്രോൾ ബോർഡ് ചെയർമാൻ നേരെ സ്കൂളിൽ വന്ന് പറഞ്ഞു, അതല്ല കൊല്ലത്തെ പരീക്ഷ എന്ന് പറഞ്ഞാൽ മാഷിന്റെ ഇടങ്ങേറ് എത്ര ഉണ്ടാവും. ഇതന്നെ പറഞ്ഞു. മുഹമ്മദ് മുസ്തഫ വന്നു കഴിഞ്ഞാൽ ഞാൻ പറയല്ല ഇമാം സ്വാബി തങ്ങൾ ഈ ആയത്തിന് തഫ്സീർ സ്വാബി പറയുന്ന വഴിയൊക്കെ ഏതൊരു നബിയുടെ മുഹമ്മദ് നബി പ്രത്യക്ഷപ്പെട്ടാൽ ഏത് നബിമാരുടെ കാലത്ത് മുഹമ്മദ് മുസ്തഫ പ്രത്യക്ഷപ്പെട്ടാലും നബി, ആ നബിയുടെ ശരീഅത്ത് നബി, ആ നബിയുടെ ശരീഅത്ത് ബാത്തിലാകും. പിന്നെയോ വകാന ഹുവ വ ഉമ്മതുഹു മിൻ അത്ബാഇഹി, പിന്നെ ആ നബിയും ആ നബിയുടെ ഉമ്മത്തും ഈ നബിയുടെ അത്ബാ ആകണം, പിന്നാലെ നടക്കണം.
മനസ്സിലായില്ലേ പറഞ്ഞു? അതായത് ഈ നബി ആ ജനതയ്ക്ക് ശരീഅത്തൊക്കെ പഠിപ്പിച്ചു. അങ്ങനെ ശരീഅത്ത് പഠിപ്പിച്ചതിന് ശേഷം ആര് വെളിവായി? മുഹമ്മദ് മുസ്തഫ. അങ്ങനത്തെ നബി വേറെ ഇല്ല, അങ്ങനത്തെ നബി ഇല്ല, വേറെ നബിമാരില്ലേ, ഇങ്ങനത്തെ നബി ഇല്ല. ആകെ നമുക്ക് അറിയപ്പെട്ട നബിമാർ, ഖുർആനിൽ പറയപ്പെട്ട നബിമാർ എത്ര? 25. ബാക്കിയുള്ള നബിയുടെ പേര് നമുക്ക് പറ. ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ പറയാത്തവരാണ് ഭൂരിപക്ഷം. അവർക്ക് സലാത്തിലുണ്ടോന്നല്ല, അവർക്ക് എന്തില്ല, അവരുടെ പറകുട്ടി, അവരുടെ പേര് പോലും നമുക്ക് അറിയൂല. ഈ നബിയോ, ഇവന്റെ പേരറിഞ്ഞാൽ പോരാ, ഈ നബിക്ക് എന്ത് ചെയ്യണം? സ്വലാത്തില്ലെങ്കിൽ നിസ്കാരമില്ല. മനസ്സിലായോ? ചിന്തിക്ക്. വേറെ നബിയുടെയോ പേരറിയൽ വാജിബല്ല. പേരെന്താ അറിയൂല, ഏതാ കാലം അറിയൂല. മനസ്സിലായോ? പറഞ്ഞു എന്താ പേര് അറിയൂല, ഏതാ കാലം അറിയൂല, ഏതാ നാട് അറിയൂല. ഈ നബിയോ, അങ്ങയുടെ സ്മരണ നാം ഉയർത്തിയിട്ടുണ്ട്. നബിയെ, അങ്ങയുടെ നാമം നാം ഉയർത്തിയിട്ടുണ്ട്. അങ്ങയെ പറയലിനെ അങ്ങയെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. إذا قال في الخمس المؤذن أشهدوا إذا قال في الخمس المؤذن أشهدوا. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിനെ അല്ലാഹു സ്വന്തം പേരിനോട് ചേർത്ത് വെച്ച് വിളംബരം ചെയ്യാൻ കൽപ്പിച്ചു. ഏതൊരു നബിക്കും ഇങ്ങനൊരു അവസരമില്ല. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഏതൊരു നബിയും അഭിമാനിക്കും. എന്തുകൊണ്ട്? ഞാൻ മിൻ ഉമ്മത്തി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പിന്നെ സ്വന്തം നേതാവിന്റെ അനുയായിയല്ലേ, അപ്പോൾ പിന്നെ ആ നബിയോട് അസൂയ ഉണ്ടാവില്ല. ഒരു നബിക്കും അസൂയ ഉണ്ടാവില്ല. എന്നാലും ഒരു ചിന്ത പോലും വരില്ല. എന്തുകൊണ്ട്? ആ നേതാവിന്റെ അനുയായിയാകാൻ കഴിഞ്ഞു. ആ സന്തോഷം ചിന്തിക്കും. മുഹമ്മദ് നബി പ്രത്യക്ഷമായാൽ ഏത് നബിയുടെ കാലഘട്ടത്തിൽ പ്രത്യക്ഷമായാലും قال السبكي يؤخذ من هذه الآية على هذا التفسير أنه نبي الأنبياء محمد مصطفى നബിയുൽ അംബിയാ, എല്ലാ നബിമാർക്കും നബിയാണ്. അന്നഹു നബിയുൽ അംബിയാ മുഹമ്മദ് എന്ന്. അന്നൽ അംബിയാ വബുഹു. എവിടെയാണ് കണ്ട തഫ്സീറിന്റെ ഓർമ്മ ഞാൻ നേരത്തെ പറഞ്ഞു. അന്നൽ അംബിയാ അനുവാബുഹു, എല്ലാ നബിമാരും മുഹമ്മദ് മുസ്തഫയുടെ നുവാബാണ്. എന്താ അർത്ഥം? നായിബുകൾ. മനസ്സിലായില്ല? എല്ലാവരും മുഹമ്മദ് മുസ്തഫയുടെ നായിബ്. എന്താ നായിബിന്റെ അർത്ഥം? പകരക്കാരൻ. ഏത് കാലത്തെ നബിയും മുഹമ്മദ് മുസ്തഫയുടെ പകരക്കാരനാണ്. തൽക്കാലം നായിബ്, അത്രേ ഉള്ളൂ എന്ന്. അപ്പോൾ നബിമാരിൽ ആദ്യാവസാന ആളുകളോട് ബന്ധമുണ്ട് മുഹമ്മദ് മുസ്തഫാക്ക്, അല്ലെങ്കിൽ ആദ്യാവസാന നബിമാർക്കും മുസ്തഫ നബിയോട് ബന്ധമുണ്ട്. ഏത് നബിയും എന്ന്. അപ്പോൾ ഒരു കാര്യം, അസൂയയുടെ രോഗത്തിൽ നിന്ന് അമ്പിയാക്കളെ രക്ഷപ്പെടുത്തി. അവർക്ക് വരൂല, എന്നാലും എന്തേ അങ്ങനെ കൂടുതൽ കൊടുത്തു എന്ന് ആലോചിക്കേണ്ടതില്ല. എന്തുകൊണ്ട്? അവരുടെയൊക്കെ നേതാവാണ്. ഒരു നേതാവിന്റെ മഹത്വം കൂടിയാൽ അനുയായിക്ക് അസൂയാണ് വരിക, സന്തോഷം വരിക. പറ മനുഷ്യ, മനസ്സിലായില്ലേ? നമ്മൾ നേതാവല്ലേ. ഇപ്പൊ ഷാഫിഈ മദ്ഹബുകാരനായ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഷാഫിഈ ഇമാമിന്റെ എന്ത് മഹത്വം പറഞ്ഞാലും ഒരു സന്തോഷം. എന്തുകൊണ്ട്? നമ്മൾ നേതാവല്ലേ. നമ്മൾ ഓരോ വാക്കിന്റെ അവസാനം പറയും അതല്ലേ ഞാൻ ഷാഫിയാൻ. മനസ്സിലായോ?
കോൺഗ്രസ്സുകാരെ കൊടുത്ത് രാഹുൽ ഗാന്ധിയുടെ എന്ത് മതത്തെ പറഞ്ഞാലും ഒന്നുകൂടി കോളർ ഇങ്ങനെ ആക്കിയിട്ട് പറയും എന്ത് അതിലെടോ ഞാൻ കോൺഗ്രസ്സുകാര്. ഒരു അസൂയ ഒരു ദേഷ്യമൊന്നുമില്ല എന്നോട് ആ പാർട്ടിപ്പെട്ടതാ. ഏത് നബിയും മിൻ ആദം ഇലാ ഈസ, എല്ലാ നബിമാരും റസൂലുള്ളാഹിന്റെ ഉമ്മത്ത മുഹമ്മദ് മുസ്തഫ. അപ്പൊ അവർക്ക് നേതാവാണ് മുഹമ്മദ് മുസ്തഫ. മനസ്സിലായില്ലേ? അവർക്ക് സന്തോഷാണ്, നേതാവല്ലേ, സന്തോഷാണ്. നിങ്ങളെ തല കൊടുത്ത് ചിന്തിക്കണം. ഏതൊരു നബിക്കും മുസ്തഫ നബിയെ പറ്റിയൊരു സന്തോഷം. എന്തുകൊണ്ട്? നേതാവാണ് എന്ന് ആക്കണം. ഇപ്പോഴെല്ലാം എല്ലാം എല്ലാം എല്ലാവർക്കും فمن تولى بعد ذلك فأولئك هم الفاسقون. കാര്യം ബോധ്യപ്പെട്ടിട്ട് ഒരാൾ പുറകോട്ട് പോയാൽ فأولئك هم الفاسقون. പിന്നെ അവർ കാര്യം ബോധ്യപ്പെട്ട് പുറകോട്ട് പോയാൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യം ബോധ്യപ്പെട്ടിട്ട് പുറകോട്ട് പോയാൽ ഒരു തമ്മാടിയ. മുഅ്മിനെ ചിന്തിക്കണം, അല്ലാഹുവിന്റെ ഹബീബിൽ സന്തോഷിക്കണം, മുഹമ്മദ് മുസ്തഫ ചിന്തിക്കും. ഇന്ന് നമ്മൾ ഏറ്റവും നല്ല വെള്ള വസ്ത്രം ധരിക്കും. ജുമുഅ ദിവസം നമ്മൾ വെള്ള വസ്ത്രം ധരിക്കും. എന്തുകൊണ്ട്? പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്തോഷമാണ്. എല്ലാവരും വെള്ള വസ്ത്രം ധരിച്ചാണ് ജുമുഅക്ക് പോവുക. ഹബീബിന്റെ സന്തോഷമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിക്കും. ഈ വെള്ളിയാഴ്ച ദിവസം നമ്മൾ ഏറ്റവും ഹബീബിന് സ്വലാത്ത് ചെല്ലും. വ്യാഴാഴ്ചയും ബുധനാഴ്ചയും ചെല്ലുന്നതിനേക്കാൾ കൂടുതൽ സ്വലാത്ത് ചെല്ലുന്നവർക്ക്, വെള്ളിയാഴ്ച സ്വലാത്ത് ചെല്ലുന്നവർക്ക് കൈപ്പൊക്കാം. ഹബീബ് മുഹമ്മദ് മുസ്തഫ. എന്തുകൊണ്ട്? ഏറ്റവും നല്ല ദിവസം വെള്ളിയാഴ്ചയാണ്. അന്ന് നിങ്ങൾ എന്റെ മേലിൽ സ്വലാത്ത് ചെല്ലണം എന്ന് മുഹമ്മദ് മുസ്തഫ. സുൽത്താൻ സന്തോഷം എന്താണ്? തിങ്കളാഴ്ച നോമ്പോൽക്കും. എന്തുകൊണ്ട്? അത് ഹബീബിനുള്ള സന്തോഷമാണ്, സ്നേഹപ്രകടനം, ഒരു സന്തോഷം. ആ ദിവസത്തിന് എന്നെ പേര് വെച്ചു, ആ ദിവസത്തിന് എന്നെ പേര് വെച്ചു എന്ത്? യൗമുൽ ഇസ്നൈൻ. യൗമുൽ ഇസ്നൈൻ, യൗമുൽ ഇസ്നൈൻ. ചിന്തിക്കുക. അല്ലാഹു കഴിഞ്ഞാൽ പിന്നെ സൃഷ്ടിയാണ്. സൃഷ്ടിയിൽ ആദ്യത്തെ ആളുടെ ദിവസമാണ് മുഹമ്മദ് മുസ്തഫ. യൗമുൽ അഹദ്, യൗമുൽ ഇസ്നൈൻ. അന്ന് പുണ്യ റസൂൽ വെളിവായി മുഹമ്മദ് മുസ്തഫ. ലോകമെവിടെയും മാനവ ചരിത്രത്തിൽ ഇത്രയേറെ മനുഷ്യർ പുകഴ്ത്തി പറഞ്ഞ ഒരാളില്ല, ലോക ചരിത്രത്തിലില്ല. അല്ലാഹു ഇങ്ങനെ പുകഴ്ത്തിയ ഒരാളില്ല. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹു സ്വല്ലി വസല്ലം ബാരിക അലൈഹി. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി. അള്ളാഹുവിന്റെ മലക്കുകളും സ്വലാത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുക മുഹമ്മദ് മുസ്തഫ. ഫഖർ തീരില്ല, ഫഖർ തീരില്ല, പൗർ തീരില്ല പുണ്യ റസൂലിന്റെ. അല്ലാഹു അഅ്ലമ ഖദ്റ ഹാദൽ മൗലിദി ബൽ ഖദ്റ മൻ യശ്ദു വഖദ്റ അൽ ഹുല്ലരി. അല്ലാഹു അഅ്ലമ ഖദ്റ ഹാദൽ മൗലിദി ബൽ ഖദ്റ മൻ യശ്ദു വഖദ്റ അൽ ഹുല്ലരി. ഈ ജനിച്ച കുട്ടിയുടെ കാര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ മഹത്വത്തെ അല്ലാഹു തആല വാഴ്ത്തിയിട്ടുണ്ട്. ഇത് സാധാരണ കുട്ടിയല്ല, സാധാരണ ജനനമല്ല, ഇത് സാധാരണ കുട്ടിയല്ല. ചെറുപ്പകാലഘട്ടത്തിൽ ആടിനെ മേയ്ക്കാൻ വേണ്ടി ഞാൻ മക്കായുടെ പ്രാന്തപ്രദേശങ്ങളിൽ പോകുമായിരുന്നു. വകാനത്തിൽ അഹ്ജാറു തുസല്ലിമു അലയ്യ, കല്ലുകൾ എനിക്ക് സലാം പറയാറുണ്ടായിരുന്നു. വകുൻതു അരിഫുഹാ, ആ കല്ലുകളെ ഇപ്പോഴും എനിക്കറിയും. ഞാൻ ആ കല്ലിന്റെ വഴി കടന്നു പോകുമ്പോൾ അസ്സലാത്തു വസ്സലാമു അലൈക്കും ഇന്ന് സലാം പറയും. ആര്? കല്ല്. പുണ്യ റസൂൽ കല്ലിനറിയും ഇത് വലിയ ആളാണ്. എന്തൊരു സാധാരണ ജന്മല്ല, ഇത് സാധാരണ ജന്മല്ല, ഇതൊരു സാധാരണ ആളല്ല. പിന്നെ ഇസ്ലാമിൽ പറഞ്ഞത് പുണ്യ റസൂൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാനത്തിൽ അഹ്ജാറു തുസല്ലിമു അലയ്യ, കല്ലുകൾ എനിക്ക് സലാം പറയാറുണ്ടായിരുന്നു. വൽവഹ്ശു വൽ അശ്ജാറു ഖസ്സജദത് ലഹു വഅലൈഹി ഖസ്സല്ലംന ബഅദ തശക്കുദിഹി. മരങ്ങൾ പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും ഷഹാദത്ത് കലിമയിലും.
മരുഭൂമിയിലെ ഗ്രാമീണൻ വന്ന് ഹബീബിനോട് പറഞ്ഞു, എനിക്കൊരു അടയാളം കാണിച്ചിരി. അപ്പോൾ ഹബീബ് പറഞ്ഞു, ആ മരത്തിനോട് വരാൻ പറയാം. മരം വന്നു. മരം പുണ്യ റസൂലിന്റെ അരികിലേക്ക് വന്നു. ഹബീബായ നബി വിളിച്ചിട്ടുണ്ട്, മിൻ മുഅ്ജിസാത്തിൻ നബിയിൽ മുസ്തഫ. മരത്തെ വിളിച്ചു, മരം വന്നു. دعوته أشجار ساجدة تمشي إليه على ساق بلا قدم مولاي صل وسلم دائما أبدا. محمد دان الوجود بأسره وهو التعين بالظهور الأكبر بل قبلة التوحيد في محرابها فرد تعين في شهود المبصرين. തൗഹീദ് മാനവരാശിക്ക് നൽകിയത് മുഹമ്മദ് മുസ്തഫയാണ്. തൗഹീദ് മാനവരാശിക്ക് കൈമാറിയാൽ ഇതുപോലെ ഒരാളില്ല. തൗഹീദ് എന്നത് അള്ളാഹുവിന്റെ പരിശുദ്ധ ജലാലിയത്തിനെ കുറിച്ചുള്ള ജ്ഞാനമാണ്. അതാണ് ജ്ഞാനങ്ങളുടെ ജ്ഞാനം. അത് ലോകത്തിന് നൽകിയത് മുഹമ്മദ് മുസ്തഫയാണ്. അല്ലെങ്കിൽ അതിൽ വിജയിച്ചത് മുഹമ്മദ് മുസ്തഫയാണ്. അല്ല, ബാക്കിയുള്ള ഒരു പുണ്യ റസൂലിന്റെ നായിബുകളാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ. എന്താണ് പറയേണ്ടത് കവിക്ക് അറിയുന്നില്ല. ഇതാരാണ്? ഈ ആൾ ഒരാളാണ്. പിന്നെന്താണ് പറയാൻ കിട്ടുന്നില്ല. നീ ഇഷ്ടപ്പെട്ടത് കൊണ്ട് വിധി പറഞ്ഞു. എനിക്ക് പറയാൻ കിട്ടുന്നില്ല. അൽ ഇമാം ഹാഫിദ് ശൻഖീത്തിയുടെ ബൈത്താറ്റ് അവർ സുജൂദിൽ കിടന്ന് മരിച്ച മഹാനാണ്. എന്താ പറഞ്ഞത്? വഹുവല്ലദി, ഈ ആൾ ഒരാളാണ്. വഹുവല്ലദി, ഈ ആൾ ഒരാളാണ്. വഹുവല്ലദി, ഈ ആൾ ഒരാളാണ്. അതാരാ? വഹ്കും ബിമാ തർള, നീ ഇഷ്ടപ്പെട്ട വിധി പറഞ്ഞു. എനിക്ക് പറയാൻ കിട്ടുന്നില്ല. ഇയാൾ ആരാണ്? എനിക്ക് പറയാൻ കഴിയില്ല. മനസ്സിലായില്ല? കുറച്ചുകൂടി കൂട്ടി പറഞ്ഞു. വസ്തക്സിരി, ഒന്നും കൂടി കൂട്ടിക്കോ. എത്ര കൂട്ടിയാലും ആ ആളടുത്തെത്തൂല. മനസ്സിലായില്ല? എന്ത് പറഞ്ഞാലും ഈ ആളടുത്തെത്തൂല. മനസ്സിലായില്ല? കവി കുഴങ്ങി, കവിക്ക് പറയാൻ കിട്ടില്ല. ഈ ആൾ ഒരാളാണ്. പിന്നെ പറഞ്ഞു ഈ ആൾ ഒരാളാണ്. പിന്നെ പറഞ്ഞു ഈ ആൾ ഒരാളാണ്. നീ ഇഷ്ടപ്പെട്ട വിധി പറഞ്ഞോ. എനിക്ക് ഇവിടെ എഴുതാൻ കിട്ടുന്നില്ല. നിനക്ക് ഇഷ്ടപ്പെട്ടിനപ്പുറം കുറച്ചും കൂടി കൂട്ടിക്കോ. വസ്തക്സിരി, ഒന്നും കൂടി കസറത്തിൽ കൂട്ടിക്കോ. എന്തുകൊണ്ട്? നീ എത്ര പറഞ്ഞാലും لله ليس له حد فيعرب عنه ناطق بفمه مولاي صل وسلم دائما أبدا. എന്താ കവി പറഞ്ഞേ? هو الذي وحكم بما ترضى وزد واستكثري. هو الذي, ഈ ആൾ ഒരാളാണ്. ഈ നബി ഒരാളാണ്. ഈ നബി ഒരാളാ. എന്റെ ആളാണ്. എനിക്ക് പറയാൻ കഴിയില്ല. നിനക്ക് ഇഷ്ടപ്പെട്ട വിധി നീ അവിടെ എഴുതിക്കോ. വസീദ്, കുറച്ചുകൂടി കൂട്ടി എഴുതിക്കോ. വസ്തക്സിരി, ഒന്നും കൂടി കസീറായി എഴുതിക്കോ. നീ പറഞ്ഞോ. എനിക്ക് ഈ ആൾ ആരാണെന്ന് പറയാൻ പറ. അറിയില്ല. ഒരാളാ. എന്താളാ അറിയില്ല. ധന്യ ഭൂസൂരിമാൻ പറഞ്ഞു. എന്ത്? എന്താ വെറുതെ ഇരിക്കണേ? ഒന്നുകൂടെ പുണ്യ റസൂൽ എന്താ പറഞ്ഞത്? فضل رسول لله ليس له حد فيعرب عنه ناطق بفمه فإن فضل رسول الله ليس له حد. رسول الله فضلني ഒരു അതിർത്തിയില്ല. فإن فضل رسول الله ليس له حد فيعرب عنه ناطق بفمه. ഒരു അതിർത്തി ഉണ്ടായാലല്ലേ ആ അതിർത്തി കൊണ്ട് വെക്കാൻ പറ്റുള്ളൂ. ഇനി അതിർത്തിയിൽ ഒരു പാടുന്നവനോ പറയുന്നവനോ അതിർത്തി ചെന്നെത്താൻ പറയും കഴിയൂല.
അങ്ങനെ ബൂസൂരി ഇമാം. പിന്നെ ഹാഫിദ് ശങ്കൈത്തി തങ്ങൾ ഇങ്ങനെയും പറഞ്ഞു. ഇതൊക്കെ എന്താ പറഞ്ഞു? എനിക്കറിയില്ല. നിനക്ക് ഇഷ്ടപ്പെട്ട് നീ അവിടെ എഴുതിക്കോ. നീ പറഞ്ഞോ വസീദ്, നിനക്ക് കിട്ടിയില്ല കുറച്ചുകൂടി കൂട്ടി പറഞ്ഞു, വസ്തക്സിരി ഒന്നും കൂടി കസീറായി പറഞ്ഞു. എത്ര പറഞ്ഞാലും ആ ആളുടെ അടുത്ത് എത്താൻ നമുക്ക് കഴിയില്ല. ഇത്രയും വലിയ ആളാണ്. ഇത് പറയാനൊരു അവസരം ഉണ്ടായിട്ട് അതിന് പിന്നെ ഞാൻ എന്ന് പറഞ്ഞാൽ അതിന് പിന്നെ സ്വക്കട് എന്ന് പറയാം. അത് റസൂലുള്ളാഹിനെ പോലെ കക്കൂസാക്കിയപ്പോൾ തന്നെ നമുക്ക് തിരിഞ്ഞതുമാണ് ഇപ്പം സ്വക്കട് എന്താണ്. അതൊന്നും സുന്നികൾക്ക് വിഷയമല്ലാത്തത് കൊണ്ട് മാത്രമേ ജീവിച്ചു പോവുകയാണ്. സുന്നികൾക്ക് ഇപ്പോൾ സംഘടന വളർത്തണം എന്നല്ലാതെ അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണെന്ന് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കണമെന്നോ അള്ളാഹിൻ്റെ ഹബീബിൻ്റെ കൂടെ നിൽക്കണമെന്നോ അള്ളാഹുവിൻ്റെ ഹബീബാണെന്ന് ആളെ രക്ഷപ്പെടുത്തി തരുന്ന ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ധാരണ ഇല്ല. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനെ പറ്റി ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഒറ്റച്ചാട്ടഞ്ഞോട് എല്ലാവരും കൂടി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറ്റി എന്ത് പറഞ്ഞാലും ആ വിഷയമില്ല, അത് പ്രശ്നമില്ല. പരലോകത്ത് എന്നിട്ടിട്ടുണ്ട്. പരലോകത്ത് ഇതൊക്കെ ഉണ്ടായെങ്കിൽ എന്നോട് പണ്ടൊരു അരീക്കോട്ട വരെ പറഞ്ഞു ചിലപ്പോൾ നമ്മൾ പോയറ്റക്കാരാവാനും സാധ്യതയുണ്ട്. എന്ത് നമ്മൾ കള്ളുടിച്ചാൽ നിരകണ്ട്, മറ്റ് കാട്ടിയാൽ നിരകണ്ട്, അങ്ങനെ കുതിര വിട്ടാൽ നിരകണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് കള്ളും കുടിച്ചില്ല, കുതിര വിടുകയും ചെയ്തില്ല, നോമ്യാസവും ചെയ്തില്ല, അമ്മാടിത്തരവും ചെയ്തില്ല, ജരിക്കും ചെയ്തില്ല. അങ്ങനെയൊക്കെ നമ്മളവിടെ ചെന്നത് നോക്കുമ്പോൾ ചിലപ്പോൾ അതൊന്നും ഒട്ടും ഇല്ലെങ്കിലോ സ്ഥലം എന്നോട് ഇതൊരു അരീക്കോട്ടാരും പറഞ്ഞതാ. ഇത് പറഞ്ഞത് ഏകദേശം 2004 അങ്ങനെ അത് ഞാൻ മറക്കൂല. ചിരിച്ചുകൊണ്ട് പറഞ്ഞ് ചിലപ്പോൾ നമ്മൾ കള്ളുടിക്കാൻ പാടില്ല, വ്യഭിചരിക്കാൻ പാടില്ല, കുതിര ഇടാൻ പാടില്ല, ആരാണ്ട് പെണ്ണുങ്ങളെ നോക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിപ്പോൾ നരകം കിട്ടുമെന്ന് വിചാരിച്ച് ഒക്കെ നരകമുണ്ട്, അങ്ങനെയുണ്ട്, ഇങ്ങനെ അവിടെ തല്ലുണ്ട്, കുത്തുണ്ട്, നരകത്തിലിടലുണ്ട്, അവിടെ ഇട്ട് പൊരിക്കലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിപ്പോൾ അതൊന്നും ചെയ്യാതെ ചെന്ന് നോക്കുമ്പോൾ അവിടെ ചെന്നപ്പോൾ പടച്ചോൻ പറയാം അതൊന്നും ഇല്ല കേട്ടോ, സാരമില്ല എന്ന് പറഞ്ഞാൽ നമ്മളിതൊക്കെ ചെയ്തോരെ മുന്നേ നമ്മൾ പോയത്തക്കാരാവൂലേ? അങ്ങനെയാണ്. അപ്പൊ അല്ലാഹു റസൂലിന്റെ ശഫാഅത്ത് വേണമെന്ന് പറഞ്ഞാൽ അതൊന്നിപ്പോൾ എന്ത് ഇതങ്ങനെയല്ല. ഇവിടെയുള്ള ആളുകളെയൊക്കെ ബഹുമാനിക്കണം. ഇവിടുത്തെ MLA മാരും MP മാരും അവരെയൊക്കെ ബഹുമാനിക്കണം. കാരണം അവരെ കയ്യിലാണല്ലോ നമ്മുടെ ഭൂമിയും ആകാശവും ഇപ്പം മുട്ടുപിടിച്ച് നിർത്തിയിട്ടുള്ളത്. അവരാണ് ഇപ്പോൾ ആകാശത്തെയും ഭൂമിയെയും MLA മാരും MP മാരുമാണ് ആകാശവും ഭൂമിയും താങ്ങുന്നത്. നിങ്ങൾക്ക് എനിക്കല്ല. വളരെ ചിന്തിക്കണം. ഞാൻ അവസാനിപ്പിക്കണം. പടച്ചനും പുരാൻ അനുസരിച്ചോളൂ. ഇവിടുന്ന് ഇറങ്ങണം. ഇതിൻ്റെ അടിയിൽ ഇറങ്ങിയാൽ അള്ളാഹു റസൂലിനെ പൊരുത്തം മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടെ ഒരു UDF ഉണ്ടാവില്ല, അവിടെ ഒരു LDF ഉണ്ടാവില്ല, അവിടെ ഒരാളും ഉണ്ടാവില്ല. ഇതിൻ്റെ അടിയിൽ ഇറങ്ങിയാൽ അള്ളാഹു റസൂലിനെ പൊരുത്തല്ല ഒന്നും ഉണ്ടാവില്ല. അള്ളാഹു നമ്മളോട് പറഞ്ഞതാണ് എന്ത്? ഞാൻ റസൂലുള്ളാഹിനെ മദ്ഹ് പറയലുണ്ട്. അല്ലാതെ അള്ളാഹു ഇന്നല്ലാഹ മലായികതഹു യുസല്ലൂന അള്ളാഹു തആല സലാത്തിലുണ്ട് പറഞ്ഞാൽ അള്ളാഹിന്റെ അപ്പുറത്തെ വേറൊരാളോട് നല്ലത് കൊടുക്കണം എന്ന് പറയാൻ അതിൻ്റെ മൈന അല്ലാതെ തീരുമാനിക്കും. അള്ളാഹു തആല റസൂലുള്ളാഹിക്ക് സ്വലാത്തിൽ പറഞ്ഞാൽ നമ്മൾ പറയുകയാണെങ്കിൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് റസൂലേ റസൂലുള്ളാഹിക്ക് അനുഗ്രഹം ചൊരിയണേ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇന്നല്ലാഹ മലായികതു യുസല്ലൂന അള്ളാഹു തആല നബിക്ക് സ്വലാത്ത് പറയുന്നുണ്ട് പറഞ്ഞാൽ അള്ളാഹ് ഞാൻ അതിന്റെ അപ്പുറത്തെ ഒരു ചീഫ് ഓഫീസറോട് നല്ലോണം കൊടുക്കണ്ടാവുന്ന അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം. പറയും മനുഷ്യന്മാരെ എന്റെ മേലിൽ ഒരാളുണ്ടോ? അതിന്റെ അർത്ഥം എന്താ? അള്ളാഹു വേറൊരാളോട് പറയാണോ ഈ നബിക്ക് വല്ലതും കൊടുക്കുക? എന്ത് പോയത്തക്കാരെ വർത്താനം ഈ പറയണത്? എന്താണ് ഇതിന്റെ അർത്ഥം? ഇന്നല്ലാഹു യുസല്ലി അലൻ നബി റസൂലുള്ളാഹിക്ക് അല്ലാഹു തആല സ്വലാത്ത് പറയുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥമൊന്നുമില്ല. അത് എന്തിനെക്കാലം വരെയുള്ള പായസമൊക്കെ കുടിച്ച് റബീഉൽ അവ്വലിൽ എത്ര പായസങ്ങൾ കുടിച്ചു? ഇതിന് കഴിയാത്തൊരു എന്തിനാ പായസം കുടിക്കുന്നത്? അതിന്റെ അർത്ഥം എന്താ? ഇന്നല്ലാഹ യുസല്ലി അലൻ നബിന്റെ അർത്ഥം എന്താ? അള്ളാഹ് ഞാൻ അള്ളാഹിന്റെ അപ്പുറത്തുള്ള ഒരു ചീഫ് ഓഫീസർക്ക് കമ്പിയാക്കി ഈ നബിക്ക് വല്ലതും കുടിക്കും? ഇന്നല്ലാഹു യുസല്ലി എന്ന വാക്കിന് അർത്ഥം ഉണ്ട്. ഇന്നല്ലാഹ യതഫാഖറു അല്ലാഹു പ്രൗഢി പറയും ബിഅബ്ദിഹി എനിക്ക് ഇങ്ങനെ ഒരു അബ്ദുണ്ട്. ആരോട്? മലക്കുകളോട്. മനസ്സിലായില്ലേ? അവൻ സ്വയം അഭിമാനിക്കുകയും മറ്റുള്ളവരുടെ മുന്നിൽ അഭിമാനിക്കുകയും ചെയ്യും. എനിക്കൊരു അബ്ദുണ്ട്. മനസ്സിലായില്ലേ? അല്ലാഹു ഏത് കാലത്തും മദ്ഹ് പറയും. കാലനില്ലാത്ത കാലത്തും അസലും അബദലും അല്ലാഹു പ്രൗഢി പറയുന്ന ആളാണ്. ആര്? മുഹമ്മദ് മുസ്തഫ. ആ ആൾക്കൊരു പ്രൗഢി പറയാനൊരു അവസരം ഉണ്ടായാൽ അതിൻ്റെ പേരിൽ വെറുതെ ഞാൻ പറയുന്ന ആൾക്ക് എന്ത് ഈമാനാണടാ? മനസ്സിലായോ? ചിന്തിക്ക്.
പിന്നെ ഇതിനൊരു കാര്യമുണ്ട്. കല്യാണമാണെങ്കിൽ കല്യാണപ്പുര പോലെ ചെയ്യണം. വെറുതെ നമ്മളെ കല്യാണത്തിന് വിളിച്ച് അങ്ങനെ നമ്മൾ ഓട്ടോറിക്ഷ വിളിച്ചു കല്യാണത്തിന് രാവിലെ 10-11 മണിയാകും അവിടെ പോയി ഇറങ്ങി നോക്കുമ്പോൾ അവിടെ ഒരു തോരണമില്ല, ഒരു ഒന്നുമില്ല, അലങ്കാരമില്ല. പഴയ കാലത്തുണ്ടായിരുന്നു ഈന്തിൻ്റെ 4 പട്ടയെങ്കിലും മുന്നിൽ വെക്കുക. അതും ഇല്ലെങ്കിൽ നമുക്ക് ആ ഓട്ടോറിക്ഷനോട് തന്നെ പറയും പോലെ 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 പോലെ. എന്തുകൊണ്ട് ചിലപ്പോൾ ഈ ഞായറാഴ്ച ആവൂല, അതുകൊണ്ട് പോലെ 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 മടക്കലോട് എൻ്റെ 10 രൂപയും കൂടി ഏറത്തരാം, ഞാൻ അങ്ങോട്ടുണ്ട്. എന്തുകൊണ്ട് എടാ കല്യാണത്തിന് വിളിച്ച കല്യാണത്തിന്റെ 4 ഈന്തും പട്ടയെങ്കിലും അവിടെ വെക്കണം. അതുകൊണ്ടാണ് റബീഉൽ അവ്വലിന് 4 ഈന്തും പട്ടയെങ്കിലും വെക്കണം. അതൊരു അലങ്കാരമാണ്. അപ്പോഴേ എല്ലാവർക്കും തിരിയുള്ളൂ. എൻ്റെ വീട്ടിൽ ഇന്നലെ പായസം ഉണ്ടാക്കിയിട്ട് തൊട്ടടുത്ത ഹിന്ദു സഹോദരങ്ങളെ വീട്ടിലേക്ക് കൊടുത്തയച്ചു. അപ്പോൾ രാത്രി അവരുടെ വീട്ടിൽ ഭാര്യക്ക് ഫോൺ ചെയ്യുന്നുണ്ട്, എന്താ ഇന്ന് ഇങ്ങനെ? അപ്പോൾ ഇത് അന്ന് റസൂലുള്ളാഹി ജനിച്ച മാസമാണ്. അല്ല 12-നല്ലേ? അല്ല, എല്ലാ മാസം മുഴുവൻ ഞങ്ങൾ സന്തോഷിക്കും, എന്തെങ്കിലും ചെറിയ ഭക്ഷണം ഉണ്ടാക്കും. അപ്പോൾ അവർക്കൊരു അറിയിപ്പ്, സന്തോഷം. മനസ്സിലായോ? അവർ പായസം കൊടുത്തയച്ചപ്പോൾ അവർ ഒരു ഫോണ്, എന്താ ഇന്നൊരു പ്രത്യേകമായി പായസം കൊടുത്തയച്ചത്? ഇന്ന് ഞങ്ങൾ ഇത് സൗകര്യമുള്ള ദിവസമൊക്കെ ഞങ്ങൾ ഇത്തരം സംഗതികൾ ഉണ്ടാക്കും. മനസ്സിലാണ്ട് പറഞ്ഞത്? സന്തോഷം. അപ്പോൾ അവർക്കൊരു ചോദ്യം, അവർ ചോദിക്കാനുള്ള കാരണം എന്താ? അവർ ചോദിക്കാനുള്ള ഒരു പായസം കൊടുത്തപ്പോൾ അവർക്ക് മനസ്സിലായോ പറഞ്ഞത്? അവർ പായസം ഉണ്ടാക്കി അവർക്കും കൊടുത്തയച്ചു. അപ്പോൾ അവർ ചോദിക്കും, എന്തേ? മുഹമ്മദ് മുസ്തഫ ജനിച്ചതാണ്. ആർക്കെങ്കിലും ഒരാൾ റസൂലുള്ളാഹിന്റെ താരീഖ് ഒന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇതേതെങ്കിലും പോലെയല്ല, ഇതേതോ കോടാനക്കോടി കൊല്ലങ്ങൾക്ക് മുമ്പ് ജനിച്ച ആളല്ല, ഇത് നമ്മുടെ മുന്നിൽ ചരിത്രം എഴുതി വെച്ച ആളാണ് മുഹമ്മദ് മുസ്തഫ. അവിടുത്തെ അനക്കവും അടക്കവും കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. തലയിൽ എത്ര മുടി രോമം നരച്ചിട്ടുണ്ട് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എപ്പോഴെല്ലാം തലമുടി ഇങ്ങനെ ചീകി, എപ്പോഴെല്ലാം തലമുടി ഇങ്ങനെ ചീകി എന്ന് വെച്ചിട്ടുണ്ട്. തലയിൽ താളി വെച്ച് കിട്ടിയ സമയമുണ്ട്, താളി ഇല്ലാതെ കിട്ടിയ സമയമുണ്ട്, അത് എഴുതി വെച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? കാല് കുത്തി നടന്ന സമയം, കാൽപാദം മണ്ണിൽ ഊങ്ങിയ സമയം, ഏതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എവിടെ നിന്നു, എവിടെ ഇരുന്നു, എവിടെ കിടന്നു, എങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. 18 മുടിയാ നരച്ച് എഴുതി വെച്ചിട്ടുണ്ട്. ലോകത്തിലുള്ള പേര് പറയും, ഇയാൾ 1400 ചില്ലാനം കൊല്ലം മുമ്പായിട്ടുണ്ട്. ആ ആളുടെ തലയിൽ എത്ര രോമം നരച്ചിട്ടുണ്ട് എന്ന് ഇന്ന് ആയിരക്കണക്കായ ഗ്രന്ഥങ്ങളിൽ രേഖയുണ്ട്. അങ്ങനെ ഒരാൾ പറയും, എടാ നിന്റെ രോമം എത്ര നരച്ച്, അത് പറയാം. മനസ്സിലായില്ല? ഇത് പറയുന്ന നിന്റെ തലയിൽ എത്ര മുടി നരച്ചു അറിയില്ല. ഇത് പ്രസംഗിക്കണം മുസ്ലിയാരെ തലയിൽ എത്ര നരച്ചു അറിയില്ല. എന്നാൽ അറിയില്ല ഗാന്ധിജിയുടെ തലയിൽ എത്ര മുടി നരച്ചിരുന്നു അറിയില്ല. നെഹ്റുവിന്റെ തലയിൽ എത്ര മുടി നരച്ചിരുന്നു അറിയില്ല. ഒന്നും അറിയില്ല. ജോർജ് വാഷിംഗ്ടന്റെ തലയിൽ എത്ര മുടി നരച്ചിരുന്നു, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിന്റെ തലയിൽ എത്ര മുടി നരച്ചിരുന്നു, എബ്രഹാം ലിങ്കന്റെ തലയിൽ എത്ര മുടി നരച്ചിരുന്നു അറിയില്ല. ഐസക് ന്യൂട്ടന്റെ തലയിൽ എത്ര മുടി നരച്ചിരുന്നു അറിയില്ല. ന്യൂട്ടൻ എന്ന് പറഞ്ഞാൽ ലോകശാസ്ത്രത്തിന്റെ പിതാവാണ്. ന്യൂട്ടന് ശേഷമുള്ള കാലത്തിനെ ന്യൂട്ടോണിയൻ ഏജ് എന്നാണ് പറയുക. ന്യൂട്ടനെ മറികടക്കുന്ന ഒരാൾ ഇന്നുണ്ടായിട്ടില്ല. സത്യ അൻസിലിനാസമനാസിലോ ഓരോരുത്തർക്കും ഒരു വകുപ്പുണ്ട്. ഇതൊക്കെ ന്യൂട്ടോണിക് ഏജാണ്. ന്യൂട്ടനെ മറികടക്കാൻ ആൽബർട്ട് ഐൻസ്റ്റീൻ പോലും കഴിഞ്ഞിട്ടില്ല. ഐൻസ്റ്റീനിയൻ യുഗം എന്നൊക്കെ ചിലർ പറയും, പക്ഷേ ന്യൂട്ടനെ മറികടക്കാൻ കഴിയില്ല. ന്യൂട്ടൻ ഖിയാമത്ത് നാൾ വരെയുള്ള ശാസ്ത്രചിന്തകനാണ്. ന്യൂട്ടന്റെ ശാസ്ത്രത്തെ മറികടക്കാൻ ഇന്ന് ഒരാൾ കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് ആ ന്യൂട്ടന്റെ തലയിൽ എത്ര മുടി നരച്ചെന്ന് അറിയില്ല. മനസ്സിലായോ? ആധുനിക ശാസ്ത്രത്തിന്റെ പിതാവാണ് ആര്? ഐസക് ന്യൂട്ടൻ, സർ ഐസക് ന്യൂട്ടൻ. എത്ര തലമുടി നരച്ചിരുന്നു അറിയില്ല. എന്നാൽ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവിച്ച മനുഷ്യന്റെ തലയിൽ എത്ര മുടി നരച്ചിരുന്നു എന്ന് കണക്കെഴുതി. നഖം എങ്ങനെയായിരുന്നു, പുരികം എങ്ങനെയായിരുന്നു, കവള എങ്ങനെയായിരുന്നു, ചെവി എങ്ങനെയായിരുന്നു എഴുതിച്ചിട്ടുണ്ട്. പല്ലെങ്ങനെയായിരുന്നു, ചുണ്ടെങ്ങനെയായിരുന്നു എഴുതിച്ചിട്ടുണ്ട്. നെഞ്ചെങ്ങനെയായിരുന്നു എഴുതിച്ചിട്ടുണ്ട്. നെഞ്ചും വയറും ഹബീബ റസൂലുള്ളാഹിന്റെ നെഞ്ചും വയറും ഒരുപോലെയാണ്. മുസ്തവിൽ ബത്നി വസ്സദ്ർ, കുംഭപ്പണല്ല. മനസ്സിലായില്ലേ? പറഞ്ഞ മനസ്സിലായോ? മനസ്സിലായോ പറഞ്ഞത്? പൊക്കിളിന്റെയും നെഞ്ചിന്റെ ഇടയിൽ രോമങ്ങൾ ഉണ്ടായിരുന്നു എഴുതിച്ചിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ?
പുണ്യ റസൂൽ എന്താ പറയുന്നത്? ഇതെന്ത് അത്ഭുതമാണ്! ആ നെഞ്ച് എങ്ങനെയായിരുന്നു എഴുതി വെച്ചിട്ടുണ്ട്. കൈട്ടെങ്ങനെ ഉണ്ടായിരുന്നു എഴുതി വെച്ചിട്ടുണ്ട്. ആ ചെവി എങ്ങനെയായിരുന്നു, ആ നെറ്റി എങ്ങനെയായിരുന്നു എഴുതി വെച്ചിട്ടുണ്ട്. ആ കൈ എങ്ങനെയായിരുന്നു, ആ കാലെങ്ങനെയായിരുന്നു എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നേതാവില്ല. മനസ്സിലായില്ലേ? ഒരു ചിത്രകാരന്റെ മുന്നിൽ ചിത്രം വരക്കാൻ ഇത്രയേറെ ഒരു പഴയ പൗരാണിക നേതാവ് വേറെ ഉണ്ടാവില്ല. അതേ സമയത്ത് അത് മംനു ആയതുകൊണ്ട് മാത്രമാണ് വരക്കാത്തത്, റെക്കോർഡ് ഇട്ടല്ല. അതേ സമയത്ത് യേശുവിന്റെ തലമുടി എത്ര ഉണ്ടായിരുന്നു? രേഖയില്ല. യേശുവിന്റെ പേരിൽ ചിത്രങ്ങളും ഫലകങ്ങളും എന്താ പറയാ ശില്പങ്ങളുണ്ട്, പുണ്യ റസൂലിന്റെ മേൽ ഇല്ല. എന്തുകൊണ്ട്? മംനുവാണ് ചിത്രം, എന്നാൽ രേഖയുണ്ട്. മനസ്സിന്റെ മാണിക്ക കൊട്ടാരത്തിൽ മുഹമ്മദ് മുസ്തഫ ഉണ്ട്. മനസ്സിലായില്ലേ? ആ പുരികം എങ്ങനെയാണ് നമുക്കറിയും, ആ കവിള എങ്ങനെ നമുക്കറിയും, ആ ചുണ്ടെങ്ങനെയെന്ന് അറിയും, ആ ചെവി എങ്ങനെയെന്നറിയും, ആ നെഞ്ചെങ്ങനെയെന്നറിയും. അല്ലേ? പറ ശമായിലിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കിതാബിലുണ്ട്. ഏത്? ഹബീബായ റസൂലുള്ളാഹിന്റെ ശരീരവൈശിഷ്ട്യം അത് പറയാൻ ആയിരക്കണക്കായ കിതാബുകൾ. പുണ്യ മുഹമ്മദ് മുസ്തഫ ഇങ്ങനെ ഒരാളുണ്ടോ? لمحمد دان الوجود بأسره وهو التعين بالظهور الأكبر وهو الذي واحكم بما ترضى وزد واستكفي. ഇതിന് അവസരമാണ് പരിശുദ്ധ റബീഉൽ അവ്വൽ. ഇങ്ങനെ കാത്തിരിക്കുക ലോകത്തെ കോടാനക്കോടി മക്കൾ, അഹ്ലുസുന്നയുടെ മക്കൾ, ലോകം മുഴുവനും. എല്ലാം ഞാൻ ഈ സമയത്ത് ഞാൻ ഈജിപ്തിൽ യാത്ര ചെയ്തിട്ടുണ്ട്, ഈ സമയത്ത് ഞാൻ ജോർദാനിൽ യാത്ര ചെയ്തിട്ടുണ്ട്, ഈ സമയത്ത് ഞാൻ ഫലസ്തീനിൽ യാത്ര ചെയ്തിട്ടുണ്ട്, ആഫ്രിക്കയിലെ പല രാജ്യങ്ങളും യാത്ര ചെയ്തിട്ടുണ്ട്. ഈ സന്ദർഭത്തിൽ ഈ സമയത്ത് ഞാൻ ലിബിയയിൽ യാത്ര ചെയ്തിട്ടുണ്ട്. റബീഉൽ അവ്വൽ ഒരു സന്തോഷമാണ്, വല്ലാത്തൊരു സന്തോഷമാണ്. റബീഉൽ അവ്വലിൽ ഒരു കൊല്ലം ഞാൻ റബീഉൽ അവ്വലിൽ നൈൽ നദിക്കരയിലാണ്. മാസം ഉദിച്ചു എന്നറിയുമ്പോൾ ഞാൻ നൈൽ നദിക്കരയിലാണ്. നിസ്കാരം കഴിഞ്ഞ് കയറാൻ നേരത്ത് ഒരു ബേക്കറിയിൽ ഭയങ്കര തിരക്ക്. എൻ്റെ കൂടെ വേങ്ങരക്കാരൻ ഒരാളുണ്ട്. അപ്പോൾ ഞാൻ തിരക്കൊണ്ട് ഫോട്ടോ എടുത്താളാ. എന്തുകൊണ്ട്? അതിൻ്റെ മുകളിൽ വലിയ തുണി കഷ്ണത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, ജാഅത്തിൽ ഹൽവിയാത്തുൽ ജദീദ ബിമുനാസബത്തി മൗലിദിൻ നബിയിൽ മുസ്തഫ. മൗലിദ് പ്രമാണിച്ച് നല്ല പുതിയ മധുര പലഹാരങ്ങൾ എത്തിയിട്ടുണ്ട്. നമ്മളെ നാടുകളിലൊക്കെ സ്കൂളിൽ ബാഗുകൾ വന്നിട്ടുണ്ട് എന്ന് മെയ് മാസം അവസാനം എഴുതിയേക്കും പോലെ. ഞാൻ ആ വേങ്ങരക്കാരനോട് പറഞ്ഞു, ഫോട്ടോ എടുക്കണം, ഒന്ന് ഫോട്ടോ എടുത്താളാം. നമ്മൾ ഇതൊക്കെ നിഷേധിക്കുന്നവരുണ്ട്. നെയിൽ നദിക്കരയിൽ നിസ്കരിച്ച് കയറുമ്പോൾ ഭയങ്കര തിരക്ക്. എന്താ? ആ ഒരു 4 മുറി ഷട്ടറുള്ള വലിയ ഒരു മഹ്ബസ്, ഒരു വലിയ ബേക്കറി, അതിന്റെ ഒരു തുണിശീലയിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ജാഅത്തിൽ ഹൽവിയാത്തുൽ ജദീദ ബിമുനാസബത്തി മൗലിദിൻ നബിയിൽ മുസ്തഫ. റസൂലുള്ളാഹിന്റെ മൗലിദ് പ്രമാണിച്ച്, മൗലിദ് മാസം പ്രമാണിച്ച് പുതിയ മിഠായികളെല്ലാം, ഹൽവിയാത്ത്, പുതിയ മധുര മിഠായികൾ വന്നിട്ടുണ്ട്. ലോകം മുഴുവൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹുവിന്റെ ഹബീബിന്റെ മേലിൽ സന്തോഷിക്കുന്നവരിൽ അല്ലാഹു നമ്മളെ ചേർക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും വലിയ സന്തോഷം അല്ലാഹുവിന്റെ ഹബീബിനെ പറയലാണ്, മുഹമ്മദ് മുസ്തഫ വറഫഅനാ ലക ദിക്റക. ആ നാമത്തെയും അടയാളത്തെയും ഉയർത്തുക എന്നത് അല്ലാഹുവിന്റെ സന്തോഷമാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു അവന്റെ സ്വാലിഹീങ്ങളിൽ നമ്മളെ ചേർത്ത് തരട്ടെ.